പുതുവർഷം തുടങ്ങാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. ഏറെ പ്രതീക്ഷയോടെയാണ് നമ്മളെല്ലാവരും ഓരോ പുതുവർഷത്തെയും വരവേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് മനസ്സിൽ ഒരു കൂട്ടി വെക്കാറുണ്ട്. എന്നാൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ റെസൊല്യൂഷൻസ് പ്രാവർത്തികമാക്കാൻ കഴിയാറുള്ളൂ. അതിനുള്ള റീസൺ എന്താണ്? പലർക്കും കൺസിസ്റ്റൻസി ഇല്ല, അതായത് സ്ഥിരോത്സാഹം. പുതിയൊരു കാര്യം തുടങ്ങി വെക്കുന്നതും അത് സ്ഥിരമായി കൊണ്ടുപോകുന്നതും കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ? എന്നാലും ന്യൂ ഇയർ അല്ലേ, ഇനിയെങ്കിലും മാറണ്ടേ എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞു തരാം. ആദ്യമായി നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ടു ഡു ലിസ്റ്റിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. എന്നാൽ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ മാറ്റങ്ങളെല്ലാം ജാനുവരി 1 മുതൽ പ്രാക്ടിക്കലാക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് മണ്ടത്തരമാണ്. നിങ്ങളുടെ ടു ഡു ലിസ്റ്റിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുത്ത ഒരു മാറ്റം നിങ്ങൾ ഗോളായി സെറ്റ് ചെയ്യുക. അതിനെ ഫോക്കസ് ചെയ്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് നിങ്ങളിലേക്ക് ആ മാറ്റം വന്നു ചേരുക എന്ന് അനലൈസ് ചെയ്ത് കൃത്യമായി ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെക്കുക. ഇനിയാണ് കൺസിസ്റ്റൻസിയുടെ ഇമ്പോർട്ടൻസ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അതെന്തുമാവട്ടെ, ജാനുവരി 1 നിങ്ങൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അത് ചെയ്തു തുടങ്ങും. കുറച്ച് ദിവസം അടുപ്പിച്ച് ഒരേ കാര്യം ചെയ്യുമ്പോഴുണ്ടാവുന്ന മടുപ്പാണ് നമ്മുടെ കൺസിസ്റ്റൻസി ഇല്ലായ്മയ്ക്ക് കാരണം. അപ്പോൾ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായ ഒരു സമയപരിധി നിങ്ങൾ നിശ്ചയിക്കണം. അതായത് ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങൾക്കൊരു ശീലമായാൽ പിന്നീട് അത് ഓട്ടോമാറ്റിക്കായി ചെയ്തു പോകും. ഒരു കാര്യം 21 ദിവസം കണ്ടിന്യൂസ് ആയി ചെയ്താൽ അത് ഹാബിറ്റായി മാറുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം, അത് നേരത്തെ എണീക്കുന്നതാവാം, എക്സസൈസ് ചെയ്യുന്നതാവാം, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതാവാം, അങ്ങനെ എന്തുമായിക്കോട്ടെ, അത് ഞാൻ തുടർച്ചയായി 21 ദിവസം ചെയ്യുമെന്ന ഒരു ദൃഢപ്രതിജ്ഞ നിങ്ങൾ എടുക്കുക. അങ്ങനെ പതിയെ പതിയെ നിങ്ങൾ ആഗ്രഹിച്ച മാറ്റം ഓരോ ദിവസവും ആസ്വദിച്ച് ചെയ്യുക. ഓരോ ദിവസവും നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് കൊണ്ട് നിങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ സന്തോഷത്തോടെ നോക്കിക്കാണുക, സ്വയം അഭിമാനിക്കുക. ഇനി ഒരു ദിവസം നിങ്ങൾക്ക് മടി പിടിച്ചാൽ അന്നേ ദിവസം നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്ന കാര്യങ്ങളും അതേസമയം നിങ്ങൾ ആ കാര്യം ചെയ്താൽ നിങ്ങളിലുണ്ടാവുന്ന മാറ്റങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മടി മാറ്റിവെച്ച് സ്വയം മോട്ടിവേറ്റായി സന്തോഷത്തോടെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. പതിയെ പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിലേക്ക് എത്തിച്ചേരാൻ കഴിയും. എല്ലാവർക്കും നന്മയുടെയും സമാധാനത്തിൻ്റെയും പുതുവർഷം ആശംസിക്കുന്നതിനോടൊപ്പം പ്രൊഡക്റ്റീവായ ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.